നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 25 വയസ്സുള്ള കോർപ്പറേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവതിയുടെ പ്രശ്നം അല്പം വിചിത്രമാണ് എന്ന് നമുക്ക് തോന്നാം. വീട്ടിലോ വീട്ടിനടുത്തോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി. ഈ ആക്സിഡൻറ്റ് പറ്റിയത് കാണണമെന്ന് പോലുമില്ല. ഈ ആക്സിഡൻറ്റിൻ്റെ വിവരങ്ങളൊന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വന്തം ശരീരഭാഗത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങുന്നു. ഒരുപക്ഷെ കാലിൽ നിന്ന് പെരുത്ത് മുകളിലോട്ട് ഇങ്ങനെ കയറുന്നു, അല്ലെങ്കിൽ തല കറങ്ങുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ കഴുത്തിലൊരു ചെറിയ വേദന അനുഭവപ്പെടുന്നു. ഇങ്ങനെയുള്ള രോഗവുമായി ബന്ധപ്പെട്ട അപകടങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ആര് പറയുന്നത് കേട്ടാലും ഈ ഒരു ബുദ്ധിമുട്ട് വരും. കുറച്ച് നേരത്തേക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ആക്സിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ വലിയ അക്രമ രംഗങ്ങളുടെ ദൃശ്യങ്ങൾ ടി വിയിലോ സിനിമയിലോ വല്ലതും കണ്ടാലും ഇതേ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പല സിനിമകളിലും വളരെ വയലൻ്റായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സിനിമയിൽ ഒരാളെ തലയ്ക്ക് അടിക്കുന്ന ഒരു രംഗം കണ്ടാൽ തലയൊരുമാതിരി പെരുത്ത് പിന്നെ കുറച്ച് നേരത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പിന്നീട് ഈ ഇത്തരം സംഗതികളൊന്നും സംസാരിക്കാത്ത സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇപ്പോൾ വീട്ടിൽ വൈകുന്നേരം വന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ നടന്ന ആക്സിഡൻറ്റിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് കഴിഞ്ഞാലും ഇതേപോലെയുള്ള ലക്ഷണങ്ങൾ ശരീരത്തിൽ വരികയാണ്. ഇപ്പോൾ കഴുത്തിന് ഒരു ഒടിവ് പറ്റിയ ഒരു വ്യക്തിയുടെ ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യമാണ് കേട്ടതെങ്കിൽ സ്വന്തം കഴുത്തിലും ഒരു വേദന പോലെ, ഒരു പെരുപ്പ് പോലെ, ഒരു മരവിപ്പ് പോലെ, കഴുത്ത് അനക്കാനൊരു പ്രയാസം പോലെയൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു ആ ഒരു യുവതി. ഇത് നമ്മൾ അമിത ഉത്കണ്ഠയുടെ നിരവധി ലക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇതിനെ സൊമറ്റോ സെൻസറി ആംപ്ലിഫിക്കേഷൻ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ സൊമറ്റോ സെൻസറി ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ വിവിധ തരത്തിലുള്ള സെൻസേഷൻസ്, ശാരീരികമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വേദനയുടെ രൂപത്തിലായിരിക്കാം, പെരുപ്പിൻ്റെ രൂപത്തിലായിരിക്കാം, വിശന്നിരിക്കുന്ന സമയത്ത് വയറ്റിൽ ചെറിയ എരിച്ചിലൊക്കെ തോന്നിയെന്നിരിക്കാം, തലയ്ക്ക് ചെറിയൊരു മരവിപ്പും മന്ദതയൊക്കെ വന്നെന്നിരിക്കാം, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം ഒന്ന് നേരെ നിൽക്കാൻ ബുദ്ധിമുട്ട് വരാം. ഇങ്ങനെ പലതരത്തിലുള്ള ശാരീരിക ലക്ഷണങ്ങൾ, ബോഡിലി സെൻസേഷൻസ് എല്ലാ ദിവസവും നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ മിക്കവാറും ആളുകളൊന്നും ഇതിലോട്ട് അധികം ശ്രദ്ധിക്കാറില്ല. അഥവാ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവരതിനെ മറികടന്ന് അടുത്ത കാര്യങ്ങളിലേക്ക് അങ്ങ് മുന്നോട്ട് നീങ്ങും. അവരുടെ നിത്യജീവിതത്തിലെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഈ ബുദ്ധിമുട്ട് ബാധിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലുണ്ടാകുന്ന ഈ വ്യത്യസ്ത സെൻസേഷനുകളിൽ ഏതെങ്കിലും ഒരു സെൻസേഷൻ അതിലോട്ട് അവരുടെ ശ്രദ്ധ പോകും. ശ്രദ്ധ അതിലോട്ട് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ കൂടിക്കൂടി വന്നൊരു വലിയ പ്രശ്നമായി മാറുന്നതായിട്ട് തോന്നും. ഉദാഹരണത്തിന് കാലിലൊരു പെരുപ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പൂർണ്ണ ശ്രദ്ധ പോയി കഴിയുമ്പോൾ കാലിലെ ആ പെരുപ്പ് ഇങ്ങനെ കൂടിക്കൂടി കാലനക്കാൻ പറ്റുന്നില്ല, കാലിന് വേദന, ചലിക്കാൻ പറ്റുന്നില്ല, ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് വരും. കഴുത്തിലൊരു പെരുപ്പ് വരുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ കഴുത്ത് പിന്നെ അനക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരും. എന്നിട്ട് ഇതൊരു വലിയ അപകടത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കരുതി അവർ പരിഭ്രമിക്കുന്ന ഒരു അവസ്ഥയും വരും. ഇപ്പോൾ ശരീരത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ ഒരു സംവേദനം തിരഞ്ഞെടുത്ത് അതിലോട്ട് പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതൊരു അപകടത്തിൻ്റെ ലക്ഷണമായിട്ട് കരുതി അസ്വസ്ഥപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ സൊമറ്റോ സെൻസറി ആംപ്ലിഫിക്കേഷൻ. ഇപ്പോൾ വിവിധ തരത്തിലുള്ള രോഗാവസ്ഥകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട്. ഇപ്പോൾ സൊമറ്റൈസേഷൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽ വരുന്ന അസുഖങ്ങൾ തന്നെയുണ്ട്. അതായത് മാനസികമായി ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു പ്രയാസം ചില ശാരീരിക ലക്ഷണങ്ങളായി പരിവർത്തനപ്പെട്ട് അത് പ്രകടമാകുന്ന ഒരു അവസ്ഥയാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വ്യക്തികൾക്ക് ശാരീരികമായിട്ട് കുഴപ്പമൊന്നുമില്ല. അവരുടെ കഴുത്തിനോ കാലിനോ തലയ്ക്കോ ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. പലപ്പോഴും ഇവർ ഡോക്ടർമാരെ പോയി കണ്ട് പരിശോധനകൾക്ക് വിധേയരാകുകയും ചെയ്യും. നട്ടലിൻ്റെ MRI സ്കാനും ഒക്കെ എടുത്ത് നോക്കും. പക്ഷേ ഒരു തരത്തിലുള്ള തകരാറുമില്ല, ഒരു ഡിസ്കിൻ്റെ ബൾജ് പോലുമില്ല. എന്നിട്ടും ഈ ബുദ്ധിമുട്ട് അവർക്ക് ആവർത്തിച്ചു വരികയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദന അടക്കമുള്ള എല്ലാ ശാരീരിക സംവേദനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാഡീ സംപ്രേക്ഷണികൾ എന്ന് പറയും. ഇപ്പോൾ വേദനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ തലച്ചോറിലെ ചില രാസവസ്തുക്കൾ, നോറെപ്പിനെഫ്രിൻ എന്നൊക്കെ പറഞ്ഞ രാസവസ്തുക്കളുടെ അളവ് കുറഞ്ഞാൽ നമുക്ക് ചെറിയ വേദന പോലും വളരെ തീവ്രമായി അനുഭവപ്പെട്ടെന്നിരിക്കും. എന്നാൽ നോറെപ്പിനെഫ്രിൻ്റെ അളവ് നല്ല രീതിയിൽ കൂടി നിൽക്കുകയാണെങ്കിൽ വലിയ വേദന വന്നാൽ പോലും അത് വലുതായിട്ട് നമ്മളെ സ്പർശിക്കണമെന്നുമില്ല. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ.
അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തലച്ചോറിലെ നോറെപ്പിനെഫ്രിൻ കുറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ പറഞ്ഞ ശാരീരിക സംവേദനങ്ങളൊക്കെ പർവ്വതീകരിക്കപ്പെട്ട രീതിയിൽ അനുഭവപ്പെടുകയും അത് വലിയ പ്രയാസമായിട്ട് വരികയും ചെയ്യാം. അപ്പോൾ ഇത് ചികിത്സിച്ച് മാറ്റാനായിട്ട് സാധിക്കും. ചില റിലാക്സേഷൻ വ്യായാമങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മിക്കവാറും ആളുകളിൽ ഇത് പതിയെ പതിയെ കുറഞ്ഞു വരും, മാറിപ്പോവുകയും ചെയ്യും. ഒരുപാട് പഴക്കം വന്നു അല്ലെങ്കിൽ വളരെ തീവ്രമായ ലക്ഷണങ്ങൾ വരുന്നുവെങ്കിൽ തലച്ചോറിലെ നോറെപ്പിനെഫ്രിൻ്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ കൃത്യസമയത്തുള്ള ഉചിതമായ ചികിത്സയും ഇടപെടലും വഴി ഈ ഒരു ബുദ്ധിമുട്ടിനെ നമുക്ക് പരിപൂർണമായി മാറ്റിയെടുക്കാം. നന്ദി, നമസ്കാരം.